ആ പിടിക്കപ്പെടുമ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തല കുനിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇന്ന് പലരും നിങ്ങളെ തല കുനിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഓർത്താണ്, വളർന്നു വരുന്ന നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഓർത്താണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും ഇതുതന്നെയാണ് തുടരാൻ ഭാവമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേര് സഹിതം പുറത്തു വന്നേക്കാം. ഇതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ മറ്റൊരു കഥയുണ്ട്. കഥയല്ല, അതും ഈ അടുത്ത സമയത്ത് നടന്ന ഒരു സംഭവം തന്നെയാണ്. ഒന്നുകിൽ നമ്മൾ കൂടെ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചൊരു സ്കൂളിൽ പഠിച്ചതായിരിക്കാം, അതുമല്ലെങ്കിൽ ഒന്നിച്ച് കളിച്ചു വളർന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നാട്ടുകാർ. പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ നാടും വീടും ഒക്കെ വിട്ട് പ്രവാസ ജീവിതമാകുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ദൂരേക്ക് മാറുന്നു. ഇതൊക്കെ കാരണം നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഇല്ല. പിന്നെ വരുന്ന ഏക മാർഗം സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ട് ഒന്നുകിൽ ദാരിദ്ര്യം പറയുന്നു. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദാരിദ്ര്യമുള്ള ഒരു വീടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഉണ്ടായിരിക്കാം, എങ്കിലും പഴയതുപോലെ പണ്ടത്തെ ഒരു കണക്കിന് അത്ര ദാരിദ്ര്യമുള്ള ഒരു വീടില്ല. ശരിക്കും ദാരിദ്ര്യം പറയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ല എന്ന് പറയുമ്പോൾ മനസ്സലിയാത്ത ഒരു മനുഷ്യനും ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. ഇങ്ങനെയൊക്കെ ഉള്ളവരെ എന്തുകൊണ്ടാണ് നമ്മൾ പൊതുസമൂഹത്തിൽ ഇവരുടെ പേരുകൾ പറയാത്തതെന്നറിയുമോ? ഇവർക്ക് ഒരു കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ഇവർ വളർന്നു വരുന്ന കുട്ടികളാണ്. ഇവർക്ക് സമൂഹത്തിൽ നാളെ ഒരു നിലയും വിലയും വരണം. ഇവർ നല്ല രീതിയിൽ വളർന്നുകൊണ്ടാണ് ഇവരുടെ പേരുകളൊന്നും നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ പറയാത്തത്. എങ്കിലും ഇതേ രീതി തന്നെ ഇനിയും തുടരാനാണ് ഭാവമെങ്കിൽ നമ്മൾ ഇവരെ തീർച്ചയായിട്ടും ഇവരുടെ ഈ മുഖംമൂടി അഴിച്ചു മാറ്റുന്നതായിരിക്കും. ഇതൊരു വാണിംഗായി കരുതി ഇവർ ഈ പരിപാടി നിർത്തിയാൽ ഇത് ഇവർക്കും തന്നെയാണ് തുടരാൻ ഭാവമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേര് സഹിതം പുറത്തു വന്നേക്കാം. അത് നിങ്ങളുടെ മക്കളുടെ ഭാവിയെയും ബാധിക്കും. നിങ്ങൾക്കും സമൂഹത്തിൽ ഒന്നിറങ്ങി നടക്കാൻ പറ്റാതെ ജീവിക്കാനുള്ള മാർഗം ദൈവം കാണിച്ചു തരുമ്പോൾ അത് നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുക. അധ്വാനിച്ച് കിട്ടുന്ന പണത്തിന് ഒരു പ്രത്യേക രുചി. പറ്റിച്ചു വാങ്ങുന്നത് എന്നും നിലനിൽക്കില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലോ നിങ്ങളുടെ അനുഭവങ്ങളും കൂടെ ഇവിടെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർ കേൾക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ ബൈ.